ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ഹൊറർ സിനിമയായിട്ടുള്ള അസിന്റെ കഥയാണ്. ഇന്ന് രാത്രി നിങ്ങളിങ്ങനെ യൂട്യൂബൊക്കെ കണ്ട് കട്ടിലിൽ കിടക്കുമ്പോഴാണ് വീടിന് വെളിയിൽ ആരോ നിൽക്കുന്നതായിട്ട് കാണുന്നത്. രാത്രി ആയതുകൊണ്ട് ജനൽ വഴി നോക്കുമ്പം, അതല്ല ഇനി നിങ്ങൾ നല്ല ധൈര്യമുള്ള കൂട്ടത്തിലാണെങ്കിൽ വാതിൽ തുറന്ന് അത് ആരാണെന്ന് നോക്കുമ്പം ആ നിൽക്കുന്നത് നിങ്ങളുടെ അതേ രൂപത്തിലുള്ള ഒരാളാണെങ്കിൽ എങ്ങനെ ഇരിക്കും? നല്ല രസമായിരിക്കും അല്ലേ? അങ്ങനെ നമ്മളെ പോലെ തന്നെ ഇരിക്കുന്നവർക്ക് പറയുന്ന പേരാണ് ഡോപ്പൽ ഗ്യാങ്ങർ. ഈ സിനിമയും അത്തരത്തിലൊരു കഥയാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല. അടുത്ത ബെല്ലോടുകൂടി നമുക്ക് ഈ സിനിമ കണ്ടു തുടങ്ങാം. അതിനു മുമ്പൊരു കാര്യം, വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്സ്, കമൻറ്റ്സ് എന്നിവ വാരി വിതറി എന്നെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർക്കും ഭർത്താവിനും ഒപ്പം സ്വന്തം വീട്ടിലേക്ക് വന്നതാണ് അഡിലൈഡ. അവളുടെ ഭർത്താവിന്റെ പേര് ഗെയ്ബ് എന്നാട്ടോ. മൂത്ത കുട്ടിയായ സോറയ്ക്ക് നല്ല സ്പീഡ് ഓടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഭാവിയിൽ ഒരു ഒളിമ്പിക്സ് താരമാകണമെന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇവിടെ വന്നുകൊണ്ട് ഇനിയിപ്പം നിനക്ക് സ്പീഡ് കൂട്ടാനായിട്ട് ഇവിടുത്തെ കടൽ തീരത്തൂടൊക്കെ ഓടി പ്രാക്ടീസ് ചെയ്യാമല്ലോ എന്ന് ഗെയ്ബ് സോറയോട് പറയും. പക്ഷേ അഡിലൈഡയ്ക്ക് ഇവർ ബീച്ചിലൊന്നും പോകുന്നതിനോട് അത്ര താല്പര്യമില്ല. ഗെയ്ബ് ഈ ബീച്ചിൽ പോകുന്ന കാര്യം എടുത്തിട്ട് എന്താന്ന് വെച്ചാൽ, ഇവിടെ വന്ന സ്ഥിതിക്ക് വൈകിട്ട് ബീച്ചിൽ കാണാമെന്ന് ഗെയ്ബ് അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജോഷിക്ക് വാക്ക് കൊടുത്തു. അതിനി മാറ്റി പറയാൻ വയ്യ. അതുകൊണ്ട് അഡിലൈഡെ കൊണ്ട് സമ്മതിപ്പിക്കാനായിട്ട് വളരെ നിഷ്കളങ്കമായിട്ട്, നിന്റെ അമ്മയുള്ളപ്പം എന്നും ജെയ്സനെയും കൊണ്ട് ബീച്ചിൽ നടക്കാൻ പോകുമായിരുന്നു. അതും പറഞ്ഞവൻ ഇന്നും കൂടെ സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, ചെറിയ കുഞ്ഞല്ലേ. ഈ ചെറിയ പിള്ളേര് എന്തേലുമൊക്കെ ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണേൽ അതങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതും, അതിന് ചെറിയ പിള്ളേരല്ലല്ലോ, പിള്ളേരുടെ അച്ഛനല്ലേ ബീച്ചിൽ പോയിട്ട് കൂട്ടുകാരനെ കാണാൻ ആഗ്രഹമെന്ന് അഡിലൈഡ് ചോദിച്ചിട്ട് ഇരുട്ടുന്നതിന് മുമ്പ് വരാമെന്നുള്ള ഗെയ്ബിന്റെ ഉറപ്പിൽ അവൾ ബീച്ചിലേക്ക് പോകാമെന്ന് സമ്മതിക്കും. കുറെ നേരമായിട്ടും ജെയ്സന്റെ അനക്കമൊന്നും കേൾക്കാത്തോണ്ട് അഡിലൈഡ വീട് മൊത്തം അവനെയും തപ്പി നടക്കും. എന്നാൽ അവനാണേല് സോറയുടെ കബോർഡിൽ ഒളിച്ചിരുന്നിട്ട് മാസ്ക് വെച്ച് അവളെ പേടിപ്പിക്കും. പേടിച്ച സോറ ദേഷ്യത്തോടെ പിന്നാലെ വരുന്നത് കണ്ട ജെയ്സൺ ഒരു ടോയ് എടുത്ത് വാതിലടയ്ക്കാതിരിക്കാനായിട്ട് വെച്ചിട്ട് അവിടുത്തെ ഒരു ചെറിയ സ്റ്റോർ റൂമിൽ കയറി ഒളിക്കും. അതടഞ്ഞാല് പിന്നെ പുറത്തുനിന്നേ തുറക്കാൻ പറ്റൂ. അവൻ അതിലുണ്ടെന്ന് മനസ്സിലായ സോറയാണേല് പേടിപ്പിച്ച ആ ദേഷ്യത്തിന് ആ കളിപ്പാട്ടം അങ്ങ് തട്ടി മാറ്റിയിട്ട് അവനെ അതിനകത്തിട്ടങ്ങ് ലോക്ക് ചെയ്യും. അവന്റെ ഈ ബഹളമെല്ലാം കേട്ട് അഡിലൈഡ നേരെ ചെന്ന് സോറയെ വഴക്ക് പറഞ്ഞിട്ട് ആ വാതിൽ തുറന്നു കൊടുക്കും. അപ്പോഴാണ് പുറത്തുനിന്ന് ബോട്ട് നന്നാക്കിയതിന്റെ സന്തോഷത്തിൽ ഗെയ്ബ് കിടന്ന് ബഹളം വെക്കുന്നത് അഡിലൈഡയും പിള്ളേരും കേൾക്കുന്നത്. ഇവര് ചെന്ന് നോക്കുമ്പം ആള് ബോട്ട് നന്നാക്കിയെന്നും പറഞ്ഞു ഭയങ്കര ഷോ. എന്നാൽ ഇടയ്ക്ക് അത് നിന്നു പോകുന്നത് കണ്ട് അഡിലൈഡ ചിരിച്ചുകൊണ്ട് പിള്ളേരോട്, കാര്യം നിങ്ങളുടെ അച്ഛനാണേലും എന്ത് പറഞ്ഞ് നിർബന്ധിച്ചാലും അതിൽ കേരള മക്കളെ, കേറിയ പിന്നെ ഇതുപോലെ കായലിന് നടുവിൽ കിടക്കേണ്ടി വരുമെന്ന് പറയും. അങ്ങനെ വൈകിട്ട് എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോകുമ്പോഴാണ് സോറ അവൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വീട്ടുകാരോട് പറയുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ ഗവൺമെന്റ് എന്തൊക്കെയോ പൊടികൾ നമ്മൾ അറിയാതെ ചേർക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാ. സോറയ്ക്ക് ഇമാതിരി കോൺസ്പിറസി തിയറികളൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അർഹിക്കുന്ന അവഗണന നൽകി ആരും അത് ശ്രദ്ധിക്കത്തില്ല. അഡിലൈഡയ്ക്ക് വരാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ബീച്ചാണ് ഈ സാന്റാക്രൂസ് ബീച്ച്. അതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. അത് ഞാൻ പിന്നീട് ചുരുക്കി പറഞ്ഞുതരാം. അപ്പോഴാണ് ബീച്ചിനടുത്ത് തന്നെ താമസിക്കുന്ന അവൾക്ക് കുഞ്ഞുനാൾ തൊട്ട് അറിയാവുന്ന ഒരു അങ്കിളിനെ ആരോ കൊന്നിട്ട് ആ ബോഡി പോലീസ് വന്ന് ആംബുലൻസിലേക്ക് മാറ്റുന്നത് അഡിലൈഡ കാണുന്നത്. അവൾ മാത്രമല്ല, ഗെയ്ബും കാറിലിരിക്കുന്ന പിള്ളേരും എല്ലാവരും അത് കാണുന്നുണ്ട്. അത് കണ്ട് അഡിലൈഡ അല്പം അപ്സെറ്റ് ആവുമെങ്കിലും അവൾ അതിനെക്കുറിച്ച് ഒന്നും പറയത്തില്ല. അങ്ങനെ അവർ ബീച്ചിലോട്ട് പോകും. ജോഷും ഭാര്യ കിറ്റിയും രണ്ട് പിള്ളേരും ഇവരെയും കഥ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ജോഷിന്റെ പിള്ളേർക്കും സോറയെ പോലെ തന്നെ ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം. അവരിരട്ടകളാണ് കേട്ടോ. ഗെയ്ബ് ബോട്ട് നന്നാക്കിയതിനെ കുറിച്ചൊക്കെ പറയുമ്പം, നീ അതിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചോ എന്ന് ജോഷ് ചോദിക്കും. അതെല്ലാം വാങ്ങിയെന്ന് ഗെയ്ബ് പറയുമ്പോൾ, എങ്കിൽ നീ ഉറപ്പായിട്ടും ഫ്ലെയർ ഗൺ വാങ്ങാൻ മറന്നു കാണുമെന്ന് ജോഷ് തറപ്പിച്ച് പറയും. അത് ശരിയാട്ടോ, ഗെയ്ബ് എല്ലാം വാങ്ങി. പക്ഷേ ജോഷ് പറഞ്ഞതുപോലെ ഫ്ലെയർ ഗൺ വാങ്ങിയിട്ടില്ല. അതവൻ മറന്നുപോയി. അഡിലേഡയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അവൾക്ക് ഈ സാധാരണ ആളുകൾ പറയുന്ന പോലെ ആ ഒരു ഫ്ലോയിൽ അധികം സംസാരിക്കാൻ പറ്റത്തില്ല. അതിനും ഒരു കാരണമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അത് കിറ്റിക്കറിയാം. അവൾ അതുകൊണ്ട് ആ നാട്ടിലെ അത്യാവശ്യം വിശേഷങ്ങളൊക്കെ അഡിലേഡയ്ക്ക് പറഞ്ഞു കൊടുക്കും. കിറ്റിക്കാണെങ്കിൽ ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യം അവളുടെ മേക്കപ്പിനെ കുറിച്ച് സംസാരിക്കാനാ. പക്ഷെ അഡിലേഡയ്ക്ക് അതിനോടൊന്നും അത്ര താല്പര്യമില്ല. എങ്കിലും കിറ്റി അങ്ങനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് അവൾ അതിങ്ങനെ കേട്ടോണ്ടിരിക്കും. പതിവില്ലാതെ വെള്ളത്തിലിറങ്ങാതെ ഒരിടത്ത് തന്നെ ഇരിക്കുന്ന സോറയോട് ജോഷിന്റെ ഇരട്ടപ്പിള്ളേരായിട്ടുള്ള ബെക്കയും ലിൻഡയും ചെന്നിട്ട്, നീ എന്താ വെള്ളത്തിലിറങ്ങാത്തതെന്ന് തിരക്കും. സോറ ആ ഇൻസ്റ്റാഗ്രാം റീല് വിശ്വസിച്ചിട്ട് ഇനി മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഈ കടലിലും എന്തേലും കലക്കിയിട്ടുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഇറങ്ങാത്തത്. അപ്പോഴാണ് ജെയ്സൺ ബാത്റൂമിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോകുന്നത്. അതിന് ഈ പിള്ളേര്, നിനക്ക് ഈ കടലിലെങ്ങാനും പുള്ളിക്കൂടായോ, ആരും അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കും.
ഇത് കേട്ട് സോറ അപ്പൊ ഗവൺമെന്റ് മാത്രമല്ല ഇവളുമാരെ പോലുള്ളവരും ഈ കടലിൽ ഓരോന്ന് കലക്കുന്നുണ്ടെന്ന് അവര് കേൾക്കാതെ ആത്മകഥം പറയും. ബാത്റൂമിലേക്ക് പോയ ജെയ്സൺ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് നോക്കുമ്പം അവിടെ ഒരാൾ നിൽക്കുന്നത് കാണും. ആളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ രക്തം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഈ സമയം കിറ്റിക്കൊപ്പം വർത്താനം പറയുന്ന അഡിലൈഡ അവിടെങ്ങും ജെയ്സനെ കാണാത്തത് ശ്രദ്ധിക്കും. കൊച്ചിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ അവള് ബഹളം വെക്കുമ്പോഴാണ് ജെയ്സൺ അവിടേക്ക് ഓടി വരുന്നത്. പക്ഷേ നേരത്തെ കണ്ട ആ മനുഷ്യനെ കുറിച്ച് അവൻ ആരോടും പറയത്തില്ല. ബീച്ചിൽ നിന്ന് വീട്ടിലെത്തിയ അഡിലൈഡ ജെയ്സനെ ഉറക്കാനായിട്ട് അവന്റെ മുറിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ അവൻ പുതിയതായി വരച്ചു വെച്ചിരിക്കുന്ന ഒരു പടം കാണുന്നത്. അത് ബീച്ചിൽ അവൻ കണ്ട സംഭവമാണ്. അത് കണ്ട് അഡിലൈഡ ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ചോദിക്കാതെ അവനോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് വേഗം ഗെയ്ബിന്റെ അടുത്തോട്ട് പോകും. എന്നിട്ട് നമുക്ക് നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോകണമെന്ന് നിർബന്ധം പിടിക്കും. ഇന്നിങ്ങോട്ട് വന്നിട്ട് നാളെ തന്നെ എങ്ങനെ പോകുമെന്ന് അവൻ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് നാളെ രാവിലെ തന്നെ ഇവിടുന്ന് പോകണം, എനിക്കിവിടെ നിൽക്കാൻ പേടിയാണെന്ന് അവൾ പറയും. ഇത് കേട്ട് ഗെയ്ബിനൊന്നും മനസ്സിലാവത്തില്ലെങ്കിലും അവളെ ആശ്വസിപ്പിക്കാനായിട്ട് എന്തിനാ നീ പേടിക്കുന്നേ, ഞാനില്ലേ, എന്തായാലും നിനക്ക് എന്നോട് തുറന്നു പറയാലോ എന്ന് ഗെയ്ബ് പറയുമ്പോഴാണ് അഡിലൈഡ അവനോട് കുട്ടിക്കാലത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നത്. അഡിലൈഡയ്ക്ക് 10 വയസ്സുള്ളപ്പം അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് രാത്രി വീടിനടുത്തുള്ള ഈ സാന്താക്രൂയിസ് ബീച്ചിലോട്ട് അച്ഛനും അമ്മയ്ക്കൊപ്പം അവൾ പോയായിരുന്നു. ആ സമയവും ബീച്ചിൽ ഇതുപോലെ ഒരുപാട് ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞഡിലയുടെ അച്ഛൻ റെയ്സലിനെ ഏൽപ്പിച്ചിട്ട് അവളുടെ അമ്മ റെയ്ന ബാത്റൂമിലേക്ക് പോകും. എന്നാൽ ഗെയിം കളിച്ച് അതിൽ മതിമറന്ന് നിൽക്കുന്ന റെയ്സലാണെങ്കിൽ കുഞ്ഞഡിലൈഡ കടലിനടുത്തേക്ക് പോകുന്നത് ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ പോകുമ്പോഴാണ് എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ദൂരെ എന്തോ ആലോചിച്ച് നിൽക്കുന്ന, ഇപ്പം ബീച്ചിലേക്ക് പോയപ്പം ആരോ കൊന്ന ആങ്കിളില്ലേ, ആളവിടെ നിൽക്കുന്നത് അഡിലൈഡ കാണുന്നത്. നടന്ന് നടന്ന് കുഞ്ഞഡിലൈഡ എത്തിയത് അവിടുത്തെ മാജിക് മിറർ ഉള്ള ഒരു കെട്ടിടത്തിലേക്കാണ്. അറിയാലോ, ചുറ്റിനും ഇങ്ങനെ ഒത്തിരി കണ്ണാടിയൊക്കെ വെച്ചിട്ട്. എന്നാൽ അതിനകത്ത് അഡിലൈഡ അവളെ പോലെ തന്നെയുള്ള മറ്റൊരു പെൺകുട്ടിയെ കാണും. മിററല്ല, ഒറിജിനൽ പെൺകുട്ടി, അവളുടെ ഡോപ്പൽ ഗ്യാങ്ങർ. അത് കണ്ട് പേടിച്ച് അവിടുന്ന് ഇറങ്ങി ഓടിയ കുഞ്ഞഡിലൈഡ അതോടെ അവളുടെ സംസാരശേഷി നഷ്ടമാകും. പിന്നീട് അങ്ങോട്ട് ഒരു കുഞ്ഞു വാക്ക് പോലും അവൾക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നീട് ഒരുപാട് തെറാപ്പികൾ നടത്തിയിട്ടാണ് വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയതും സംസാരിക്കാൻ തുടങ്ങിയതും. ഇപ്പം ഈ നാട്ടിലേക്ക് വന്നപ്പോൾ പതിവില്ലാത്തൊരു പേടി അവൾക്ക് തോന്നുന്നുണ്ട്. അന്ന് കണ്ട അവളെപ്പോലെ ഇരിക്കുന്ന ആ പെൺകുട്ടി വീണ്ടും അവളുടെ അടുത്തേക്ക് വരുമോ എന്ന് പേടിയുണ്ടെന്ന് അവൾ പറഞ്ഞതും പെട്ടെന്ന് കറണ്ട് പോകും. കറണ്ട് പോകാൻ പറ്റിയ നല്ല ബെസ്റ്റ് ടൈം എന്താണെന്നറിയത്തില്ല, പെട്ടെന്ന് കറണ്ട് പോയതും രണ്ടും കൂടെ അറിയാതെ പേടിച്ചങ്ങ് നിലവിളിക്കും. അപ്പോഴാണ് മാസ്ക് ഇട്ട് ഉറങ്ങാൻ കിടന്ന ജെയ്സൺ ആ റൂമിൽ നിൽക്കുന്നത് കണ്ടിട്ട് അവരൊന്നുകൂടെ പേടിക്കും. നീ എന്താ ഉറങ്ങിയില്ലേന്ന് ഗെയ്ബ് ചോദിക്കുമ്പം നമ്മുടെ വീടിന് മുമ്പിൽ 4 പേര് നിൽക്കുന്നുണ്ട്, കണ്ടിട്ട് അതൊരു ഫാമിലി ആണെന്ന് അവൻ പറയും. ഇവര് പോയി നോക്കുമ്പം ജെയ്സൺ പറഞ്ഞ സത്യം, അവിടെ 4 പേര് ഇങ്ങോട്ടേക്ക് തന്നെ നോക്കി വഴിയിൽ നിൽക്കുന്നുണ്ട്. കറണ്ട് പോയോണ്ട് സോറയും അവിടേക്ക് വരും. പേടിച്ച് അഡിലൈഡ ഉടനെ സോറയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് 911 വിളിച്ചിട്ട് വഴിയിൽ 4 പേര് നിന്ന് ഇങ്ങോട്ട് നോക്കുന്നു, എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. ഇത് കേട്ട ഗെയ്ബ് പുതിയ ആരെങ്കിലും അയൽക്കാരായിരിക്കും, ഇമാതിരി നിസ്സാര കാര്യത്തിനൊക്കെ പോലീസിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങും. പുറത്തേക്ക് ഇറങ്ങണ്ടാന്ന് അഡിലൈഡ പറയുന്നുണ്ടെങ്കിലും അയാൾ അത് ശ്രദ്ധിക്കത്തുമില്ല. 4 പേരും നിന്നിടത്തുനിന്ന് അനങ്ങാത്തത് കണ്ട ഗെയ്ബ്, ആരാ, നിങ്ങൾ എന്തിനാ അവിടെ നിൽക്കുന്നേ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും. എന്നിട്ടും അവർ മറുപടി ഒന്നും പറയാതെ അവിടെ തന്നെ അനങ്ങാതിങ്ങനെ നിൽക്കുക. ഇതിനിടെ അകത്ത് നിൽക്കുന്ന അഡിലയുടെ സോറയോട് വേഗം പോയി നിന്റെ റണ്ണിങ് ഷൂ എടുത്തിടാൻ പറയും. പുറത്ത് നിൽക്കുന്ന ഗെയ്ബിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നിയിട്ട് അവൻ അകത്ത് കയറി വാതിലടയ്ക്കും. എന്നിട്ട് എത്രയും പെട്ടെന്ന് പോലീസിനോട് വരാൻ പറയുമെന്ന് പറയും. പോലീസ് വരാൻ ഏകദേശം 14 മിനിറ്റോളം ആകും. എന്തായാലും 14 മിനിറ്റിനുള്ളിൽ പോലീസ് വരുമെന്ന് അറിയാവുന്നുണ്ട് ഗെയ്ബ് ഒന്നുകൂടി ഒരു ബാറ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ചുമ്മാ കളിക്കാൻ നിൽക്കണ്ട, പോലീസ് ഇപ്പം വരുമെന്ന് അവരോട് പറയും. ഇത് കേട്ടതും പെട്ടെന്ന് പുറത്തു നിന്ന് ആ 4 പേരിൽ അതിൽ 2 പേര് കുട്ടികളാണ് കേട്ടോ. അവര് ആ വീടിന്റെ 2 ഭാഗത്തേക്ക് പോകും. അതിൽ ചെറിയ കുട്ടിയാണേലും നടക്കുമല്ല, അവനിങ്ങനെ കൈ നിലത്ത് കുത്തി കുരങ്ങിനെ പോലെ ചാടിയാ പോകുന്നത്. എന്നിട്ട് ആ കൂട്ടത്തിലെ പുരുഷനാണേല് അയാൾ ഇങ്ങനെ ഗെയ്ബിന്റെ നേരെ വരും. ഇത് കണ്ട് ഗെയ്ബ് വേഗം അകത്ത് കയറി വാതിലടയ്ക്കുമെങ്കിലും പുറത്തുനിന്ന് അവർ 2 പേരുടെ വാതിലിട്ടിടിക്കാൻ തുടങ്ങും. അപ്പോഴാണ് സോറ അവളുടെ ജനൽ തുറന്നിട്ടിരിക്കുക എന്നുള്ള കാര്യം ഓർക്കുന്നത്. അതടയ്ക്കാനായിട്ട് അവൾ ഓടുമ്പം ജെയ്സനെ നോക്കാൻ ഗെയ്ബിനോട് പറഞ്ഞിട്ട് അഡിലേഡയും അവളുടെ പിന്നാലെ ചെല്ലും. ഗെയ്ബിന്റെ അടുത്ത് നിൽക്കുന്ന ജെയ്സൺ ജനലിലേക്ക് നോക്കുമ്പം മുഖംമൂടി വെച്ച ആ കൊച്ച് അവിടെ നിന്ന് അകത്തേക്ക് നോക്കുന്നത് കാണും. ജനൽ അടച്ചു വന്ന അഡിലൈഡ 2 പിള്ളേരെയും ചേർത്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് ആ വാതിൽ തള്ളി തുറന്ന് അവരകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത്. ഉടനെ ഗെയ്ബ് വാതിലിനോട് ചേർന്ന് നിൽക്കുമെങ്കിലും അപ്പോഴേക്കും തുറന്ന വാതിലിലൂടെ അവന്റെ കാലിനിട്ടൊരെണ്ണം കൊടുത്തിട്ട് ആ പുരുഷനും സ്ത്രീയും അകത്തേക്ക് വരും. ആ സ്ത്രീയുടെ കയ്യിലാണെങ്കിലും ഒരു വലിയ കത്രികയൊക്കെ ഉണ്ട്. ഈ വന്നിരിക്കുന്ന 4 പേരുടെയും മുഖങ്ങൾ കണ്ട് അഡിലയുടെയും പിള്ളേരും ഗെയ്ബും എല്ലാം ഞെട്ടിപ്പോവും. ഇവരുടെ ഡോപ്പൽ ഗ്യാങ്ങറാണ് ഈ വന്നിരിക്കുന്നത്. ഡോപ്പൽ ഗ്യാങ്ങർ എന്താണെന്നറിയാലോ, ഇവരുടെ അതേ രൂപമുള്ള ഫോട്ടോസ്റ്റാറ്റ് മനുഷ്യർ, കാണാനാണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല.
ഗെയിമും പിള്ളേരുമൊക്കെ മുന്നിൽ കാണുന്നത് ഉള്ളതാണോ സ്വപ്നമാണോ എന്നറിയാതെ ഞെട്ടി പേടിച്ചൊരവസ്ഥയിലിരിക്കുകയാണ്. അഡിലേഡയ്ക്ക് പിന്നെ കുഞ്ഞുനാളിലൊരു അനുഭവം ഉള്ളതുകൊണ്ട് ഞെട്ടലില്ല, പേടി മാത്രമേ ഉള്ളൂ. ഗെയിബിനാണേല് ടെൻഷനായ പിന്നെ എന്തുവാ പറയണ്ടതെന്ന് അറിയാത്തോണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. കൂടെ വന്നാൽ ATMന്ന് ഞാൻ പൈസ എടുത്തു തരാം. അതല്ല വേണമെങ്കിൽ എൻ്റെ കാറും കൂടെ എടുത്തോ എന്നൊക്കെ പറയും. ഇത് കേട്ട് സോറ അച്ഛാ പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കാവോ എന്ന് ചോദിക്കും. അപ്പോഴാണ് ആ വന്ന സ്ത്രീ അഡിലേഡ് ഡോപ്പർ ഗ്യാങ്ങർ. അവളുടെ പേര് റെഡ് എന്നാട്ടോ. ഇവരോട് സംസാരിക്കുന്നത്. റെഡിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ നോർമൽ മനുഷ്യരെ പോലല്ല. ഈ മൃഗങ്ങളൊക്കെ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു മുരൾച്ച പോലുള്ള ശബ്ദമാണ്. ഒരിടത്തൊരിടത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കൂട്ടത്തില് അവക്കൊരു നിഴലും ഉണ്ടായിരുന്നു. അവര് രണ്ടുപേരും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. പക്ഷേ ആ പെൺകുട്ടിക്ക് നല്ല ഭക്ഷണവും നല്ല ഉടുപ്പുകളും നല്ല കളിപ്പാട്ടവും ഒക്കെ കിട്ടിയപ്പം ആ സമയത്ത് തന്നെ അവളുടെ നിഴലിനും അതെല്ലാം കിട്ടിയിരുന്നേലും നിഴലിന് കിട്ടിയ ഭക്ഷണം ജീവനുള്ള മുയലുകളായിരുന്നു. അഴുക്ക് തുണികളായിരുന്നു. കളിപ്പാട്ടങ്ങളൊക്കെ ആയുധങ്ങൾ പോലെ ഭയങ്കര മൂർച്ചയേറിയതുമായിരുന്നു. ആ പെൺകുട്ടി വളർന്നതുപോലെ അതിനൊപ്പം നിഴലും വളർന്നു. ആ പെൺകുട്ടിക്ക് സ്നേഹനിധിയായ ഗെയ്ബ് എന്നൊരു നല്ല ഭർത്താവിനെ കിട്ടിയപ്പോൾ നിഴലിന് കിട്ടിയത് അബ്രഹാം എന്ന മറ്റൊരു നിഴലിനെയാണ്. നിഴലുകൾക്ക് വികാരമില്ല, സ്നേഹമില്ല, ഒന്നുമില്ല. കൂടാതെ ആ പെൺകുട്ടിക്ക് രണ്ട് മിടുക്കരായ കുട്ടികളുണ്ടായപ്പോൾ അവളുടെ നിഴലിനും രണ്ട് കുട്ടികളുണ്ടായി. പക്ഷേ പെൺകുട്ടിയുടെ കുട്ടികൾ നല്ലവരായിരുന്നേല് ആ നിഴലിൻ്റേത് രാക്ഷസ കുഞ്ഞുങ്ങളായിരുന്നു. അതിലെ ഇളയ രാക്ഷസ കുഞ്ഞു പ്ലൂട്ടോയെ സ്വന്തം വയറ് കീറിയാണ് നിഴല് പുറത്തെടുത്തത്. എന്നാൽ പെൺകുട്ടിക്കാണേല് ഹോസ്പിറ്റലിൽ സിസേറിയന്റെ വേദനയ്ക്കിടയിലും സ്നേഹിക്കാൻ നല്ലൊരു ഭർത്താവും വീട്ടുകാരും കൂട്ടുകാരും എല്ലാം ചുറ്റിനുണ്ടായിരുന്നു. നിഴലിന്റെ ഇളയ രാക്ഷസ കുഞ്ഞ് പ്ലൂട്ടോയാണേല് തീ കൊണ്ട് കണ്ണിൽ കാണുന്നതൊക്കെ കത്തിച്ച് വിരളി പിടിച്ച് നടക്കും. ഇതുകൊണ്ട് നിഴലിന് കാലങ്ങളായിട്ട് ആ പെൺകുട്ടിയോട് വെറുപ്പാണ്. അവളെ ഇല്ലാതാക്കാനായി ഒരു അവസരത്തിനായിട്ട് നിഴല് കാത്തിരിക്കുകയായിരുന്നു. ആ അവസരം ഇന്നാണ്. ഇനി ആ പെൺകുട്ടിക്ക് രക്ഷയില്ല. നിഴൽ അവളെ കൊല്ലും. നിഴലിനൊപ്പം ഉള്ളവര് അവരവരുടെ ആളുകളെയും കൊല്ലും. ഈ നിഴല് നിഴലെന്ന് പറഞ്ഞിട്ട് എനിക്ക് നാക്കുളുകുന്നു കേട്ടോ. എന്നും പറഞ്ഞ് റെഡ് ഒരു ഹാൻഡ് കഫ് എടുത്തിട്ട് അത് പ്ലൂട്ടോയുടെ കയ്യിലേക്ക് കൊടുക്കും. ഹാൻഡ് കഫ് കയ്യിലിട്ടിട്ട് അതിന്റെ മറ്റേ സൈഡ് മുന്നിലിരിക്കുന്ന ടേബിളിലിട്ട് ലോക്ക് ചെയ്യാനായിട്ട് റെഡ് പറയുമ്പം എൻ്റെ മക്കളെ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞിട്ട് അവൾ ആ ഹാൻഡ് കഫ് വാങ്ങി കയ്യിലിട്ട് ലോക്ക് ചെയ്യും. ഇതോടെ റെഡ് ആംഗ്യം കാണിച്ചതും അബ്രഹാം വന്ന് ഗെയ്ബിന്റെ മുഖത്തെ ആ കണ്ണാടി അങ്ങ് തട്ടിപ്പറിക്കും. റെഡിന് മാത്രമേ പ്രാകൃതമായിട്ടുള്ള രീതിയിലാണേലും സംസാരിക്കാൻ അറിയത്തുള്ളൂ. ബാക്കിയുള്ള 3 പേർക്കും മൃഗങ്ങളെ പോലെ ശബ്ദം ഉണ്ടാക്കാനേ അറിയൂ. എന്നിട്ട് അബ്രഹാം ഗെയ്ബിനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. ഈ ഡോപ്പൽ ഗ്യാങ്ങറിനും അവരുടെ യഥാർത്ഥ ആളുകളുടെ സ്വഭാവമായിരിക്കും കേട്ടോ. അതായത് ഇതിൽ ജെയ്സൺ എപ്പോഴും മാസ്ക് വെച്ച് നടക്കുന്നില്ലേ, അവനും തീയിൽ കളിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എപ്പോഴും കയ്യിൽ ലൈറ്റർ പോലുള്ളൊരു സാധനമൊക്കെ ഉണ്ട്. ഇതേ സ്വഭാവം തന്നെയാണ് അവന്റെ ഡോപ്പൽ ഗ്യാങ്ങറായ പ്ലൂട്ടോയ്ക്കും. ഉംബ്ര, അതാണ് സോറയുടെ ഡോപ്പൽ ഗ്യാങ്ങറുടെ പേര് കേട്ടോ. സോറയെ ഉപദ്രവിക്കാനായിട്ട് അവൾ അടുത്തേക്ക് ചെന്നതും റെഡ് സോറയോട് മോളെ നിനക്ക് നിന്റെ ജീവൻ വേണേൽ ഓടി രക്ഷപ്പെട്ടോളാൻ പറയും. ഇത് കേട്ട് സോറ പേടിച്ച് അഡിലേഡെ നോക്കുമ്പം പിടികൊടുക്കാതെ ഓടാൻ അവളും സോറയോട് പറയും. ഇത് കേട്ട് സോറ പിന്നെ ഒന്നും നോക്കാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. പിന്നാലെ ഉംബ്രയും ചെല്ലുന്നുണ്ട്. പക്ഷെ ഉംബ്ര കൂടെ ഓടുന്നില്ല. പകരം മോള് പൊക്കോ ചേച്ചി പിന്നാലെ വരുമെന്നൊരു ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ചിരിയോടെ സോറ ഓടുന്നത് നോക്കി നിൽക്കും. അത് കഴിഞ്ഞിട്ട് റെഡ് അടുത്തിരിക്കുന്ന പ്ലൂട്ടോയെ ജെയ്സന്റെ ഒപ്പം അകത്തേക്ക് വിടും. എന്നിട്ട് ജെയ്സണോട് മോനെ നിന്നെപ്പോലല്ല അവനിച്ചിരി പ്രശ്നക്കാരനാ, അതുകൊണ്ട് അവനെ ഒന്ന് സൂക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് പ്ലൂട്ടോയോട് നീ ഈ വീടൊന്നും കത്തിക്കല്ലേ, നമുക്കിവിടെ താമസിക്കാനുള്ളതാന്നൊരു മുന്നറിയിപ്പും കൊടുക്കും. ഗെയ്ബിനെ വലിച്ചുകൊണ്ട് പോയ അബ്രഹാം അയാളുടെ അടുത്തേക്ക് ഒരു കത്രികയായിട്ട് വരും. ഗെയ്ബിനാണെങ്കിൽ ടെൻഷൻ ആയാൽ ആരോട് എന്താ ചോദിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അയാൾ അബ്രഹാമിനോട് ഒന്നുമില്ലേലും താൻ കാണാൻ എന്നെ പോലല്ലേ, എന്നെ എൻ്റെ കുടുംബത്തിനെയും ഉപദ്രവിക്കാതെ നമുക്ക് വേണേൽ ഒരുമിച്ച് ഈ വീട്ടിൽ ജീവിക്കാം, സംസാരിക്കാനൊക്കെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറയും. ഇതേ സമയം പ്ലൂട്ടോയ്ക്കൊപ്പം അകത്തേക്ക് പോകാൻ പേടിച്ചിരിക്കുന്ന ജെയ്സണോട് അഡിലേഡ നീ പേടിക്കണ്ട, നിനക്ക് മാജിക് ഒക്കെ അറിയാലോ, അത് ഇവനും ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് സേഫായി നീ തിരികെ വരാൻ പറയും. പ്ലൂട്ടോയെ വിളിച്ചുകൊണ്ട് ജെയ്സൺ പോകുന്നത് അവൻ എപ്പോഴും ഒളിച്ചിരിക്കുന്ന സ്റ്റോർ റൂമിന്റെ കബോർഡ് ഉണ്ടല്ലോ, അതിനകത്തേക്കാണ്. അതിനകത്തിരുന്നതും പ്ലൂട്ടോ ജെയ്സന്റെ തലയിലിരിക്കുന്ന മാസ്ക് അവന്റെ മുഖത്തേക്ക് വെച്ചു കൊടുക്കും. എന്നിട്ട് തീ കത്തിക്കാനായിട്ട് ആംഗ്യം കാണിക്കും. അപ്പോഴാണ് ജെയ്സണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവൻ എന്ത് ചെയ്യുന്നോ അത് ഈ പ്ലൂട്ടോ അതുപോലെ അനുകരിക്കും. അതായത് ജെയ്സൺ ഇപ്പം മാസ്ക് മാറ്റിയാൽ പ്ലൂട്ടോയും മാസ്ക് മാറ്റും. മാസ്ക് മാറ്റുമ്പോൾ പ്ലൂട്ടോയുടെ യഥാർത്ഥ മുഖം കണ്ട് ജെയ്സൺ പേടിക്കും. പ്ലൂട്ടോ തീയിൽ കളിച്ച് കളിച്ചാന്ന് തോന്നുന്നു. അവന്റെ മുഖം മൂക്ക് തൊട്ട് താടി വരെ നല്ലപോലെ പൊള്ളിയിട്ടുണ്ട്. വീട്ടിൽ നിന്നിറങ്ങി ഓടിയ സോറ നോക്കുമ്പം ഒരുപാട് ദൂരം ഓടിയിട്ടും തൊട്ടു മുമ്പിൽ ഉംബ്ര നിൽക്കുന്നത് കാണും. സോറയെക്കാട്ടിലും ഇരട്ടി വേഗത്തിലോടാൻ ഉംബ്രയ്ക്ക് പറ്റും. അവള് പേടിച്ച് അവിടെ കിടന്നൊരു കാറിന്റെ അടുത്തേക്ക് മാറുമ്പം ഉംബ്ര താഴേക്ക് കുനിയും. ഇവളിനി കാറിനടിയിലൂടെ നൂഴ്ന്നു വന്നാലോ എന്ന് കരുതി സോറ കാറിനടിയിലേക്ക് നോക്കുമ്പം ഉംബ്ര അവിടില്ല. അവള് കയ്യിലൊരു കത്രികയുമായിട്ട് കാറിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്.
അന്നേരമാണ് ആ കാറിന്റെ ഓണർ കാറിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ഉംബ്രയെ കാണുന്നത്. അയാൾ അവളെ വഴക്ക് പറയുന്നത് കേട്ട് ഉംബ്രയുടെ ശ്രദ്ധ അയാളുടെ നേർക്കാകുമ്പോൾ സോറ ആ ഗ്യാപ്പിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഉംബ്രയാണെങ്കിൽ കയ്യിലിരിക്കുന്ന കത്രിക കൊണ്ട് അയാളുടെ കാലിൽ കുത്തി വീഴ്ത്തും. ഇനി വീടിനകത്തിരിക്കുന്ന അഡിലേഡയുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, റെഡ് മേശപ്പുറത്ത് ഗ്ലാസ്സിൽ ഒരു ക്രാക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവളുടെ മുഖം അതിലേക്ക് ഇങ്ങനെ അമർത്തി വെച്ചിരിക്കുകയാണ്. റെഡിന്റെ പ്രധാന ഉദ്ദേശം അഡിലേഡയെ ഉപദ്രവിച്ചിട്ട് അവളെ ഇല്ലാതാക്കുക എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഡോപ്പിൾ ഗ്യാങ്ങറിന് അതിന്റെ യഥാർത്ഥ മനുഷ്യരുടെ ഇഷ്ടം എന്തൊക്കെയാണോ അതൊക്കെ തന്നെയായിരിക്കും ഡോപ്പിൾ ഗ്യാങ്ങറിന്റെ ഇഷ്ടം. ഗെയ്ബിന് ഏറ്റവും ഇഷ്ടം ബോട്ടാണ്. അതുകൊണ്ട് അബ്രഹാമിനും ബോട്ടിനോടാണ് ഇഷ്ടം. ഗെയ്ബിനെ ഒരു ചാക്കിനകത്താക്കിയിട്ട് കായലിന്റെ നടുവിൽ കൊണ്ടുപോയി മുക്കിക്കൊല്ലാനാണ് അബ്രഹാമിന്റെ പ്ലാൻ. ബോട്ട് ഓടിക്കുന്നതിനിടെ അബ്രഹാം തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഗെയ്ബ് പതിയെ ചാക്കിന്ന് എഴുന്നേറ്റ് വന്ന് അയാളെ ആക്രമിക്കും. പക്ഷേ അതോടെ ബാലൻസ് തെറ്റി അബ്രഹാമും ഗെയിലും രണ്ടുകൂടി ഒരുമിച്ച് വെള്ളത്തിലോട്ട് വീഴും. പ്ലൂട്ടോയ്ക്കൊപ്പം ഇരിക്കുന്ന ജെയ്സൺ ആണെങ്കിൽ അവന്റെ കയ്യിലെ കുഞ്ഞു ലൈറ്ററിൽ നിന്ന് തീ കത്തിച്ച് കാണിച്ചിട്ട് പ്ലൂട്ടോയുടെ ശ്രദ്ധ മാറിയെന്ന് മനസ്സിലായതും പുറത്തേക്ക് ചാടി വാതിലടയാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ കളിപ്പാട്ടം അങ്ങ് എടുത്തു മാറ്റും. അതോടെ പ്ലൂട്ടോ അതിനകത്ത് പെട്ടുപോകും. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും ആ വാതിൽ തുറന്നു കൊടുത്താലേ പ്ലൂട്ടോയ്ക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് റെഡിന് മനസ്സിലാവും. നമ്മളിങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ ഒരു പ്രത്യേക രീതിയിലാട്ടോ ഇവർ നടക്കുന്നത്. റെഡ് ഉടനെ ജെയ്സന്റെ അടുത്തേക്ക് പോകും. റെഡ് പോയതും അഡിലൈഡ അടുത്തിരിക്കുന്ന ചെറിയൊരു ഇരുമ്പ് കമ്പി എടുത്തിട്ട് അവളുടെ ആ വിലം കഴിക്കാൻ നോക്കും. അത് അഴിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരുവിധം അത് ടേബിളിൽ നിന്ന് ഊരി വന്നിട്ടുണ്ട്. റെഡ് ചെന്ന് പ്ലൂട്ടോയെ തുറന്നുവിടും. അപ്പോഴാണ് കുട്ടിക്കാലത്ത് അഡിലൈഡയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മുയലും കുഞ്ഞിന്റെ പാവ അവിടെ ഇരിക്കുന്നത് റെഡ് കാണുന്നത്. എനിക്കില്ലാത്ത പാവ നിനക്കും വേണ്ടെന്നും പറഞ്ഞ് കയ്യിലിരിക്കുന്ന കത്രി കൊണ്ട് ആ പാവയെ 2 കഷ്ണമായിട്ട് മുറിച്ച് റെഡ് അങ്ങ് നശിപ്പിക്കും. അബ്രഹാമിനൊപ്പം വെള്ളത്തിൽ വീണ ഗെയ്ബ് ചുറ്റിനും നോക്കുമ്പം അവനെ കാണുന്നില്ല. രക്ഷപ്പെട്ടെന്നും കരുതി ബോട്ടിലേക്ക് കയറാൻ പോകുമ്പോഴാണ് അബ്രഹാമും വെള്ളത്തിൽ നിന്ന് ബോട്ടിലേക്ക് കയറുന്നത്. എന്നിട്ട് ഗെയ്ബിനെ കയ്യിലിരിക്കുന്ന കത്രിക കൊണ്ട് അബ്രഹാം ആക്രമിക്കാൻ നോക്കുമ്പം അതുകൊണ്ട് തിരിച്ച് അബ്രഹാമിനെ ഗെയ്ബ് ആക്രമിച്ചിട്ട് അയാളെ വെള്ളത്തിലേക്ക് തന്നെ തള്ളിയിട്ട് കൊല്ലും. വിലം കഴിഞ്ഞുകൊണ്ട് കയ്യിലൊരു ഇരുമ്പ് കമ്പിയും പിടിച്ച് അഡിലൈഡ വീടിനകത്തോടെ നടന്ന് ഒളിച്ചിരിക്കുന്ന ജെയ്സനെ കണ്ടുപിടിക്കും. എന്നിട്ട് അവനുമായിട്ട് പുറത്തേക്കിറങ്ങി അവരുടെ കാറിനടുത്തേക്ക് ഓടും. അപ്പോഴേക്കും ഉംബ്രയെ പറ്റിച്ച് എങ്ങനെയൊക്കെ ഓടി സോറയും അവരുടെ അടുത്തേക്ക് വരും. പക്ഷേ കാറിന്റെ കീ വീടിനകത്തിരിക്കുകയാണ്. അതെടുത്താലേ രക്ഷപ്പെടാൻ പറ്റൂ. എന്നാൽ അവർ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായ റെഡും പ്ലൂട്ടോയും അവരുടെ അടുത്തേക്ക് വന്നതും അവിടേക്ക് അബ്രഹാമിനെയും കൊന്ന് ഗെയ്ബ് ബോട്ടുമായിട്ട് വന്നിട്ട് അഡിലൈഡേയും പിള്ളേരെയും ബോട്ടിൽ കയറ്റി അവിടുന്ന് രക്ഷപ്പെട്ടു പോകും. എന്നാൽ ഇത് കണ്ടിട്ട് റെഡിന്റെ മുഖത്ത് പണി വരുന്നുണ്ട് അവറാച്ച എന്നുള്ള മറ്റൊരു ചിരിയാണ് വിരിയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അഡിലൈഡയുടെ വീട്ടിൽ മാത്രമല്ല ഈ പ്രശ്നം. ജോഷും കിറ്റിയും വീടിനകത്ത് നിന്ന് അവരുടെ പിള്ളേരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ ഡോപ്പിൾഗ്യാങ്ങർമാർ അവിടേക്ക് വരും. ഇവരൊക്കെ ആരാന്നവര് അന്തം വിട്ട് നിൽക്കുമ്പോൾ ആദ്യം ബെക്കയും ലിൻഡയും അവരവരുടെ ഡോപ്പിൾഗ്യാങ്ങർമാർ കയ്യിലിരിക്കുന്ന കത്രിക കൊണ്ട് കൊല്ലും. അത് കണ്ട് പേടിച്ച് കിറ്റി അലക്സ പോലീസിനെ വിളിക്കാൻ പറയുമ്പം അതുടനെ പോലീസിന്റെ ഒരു പാട്ട് വെച്ചു കൊടുക്കും. മരിക്കുമ്പം ചിലപ്പം പാട്ട് കേട്ട് മരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതറിയാതെ ബോട്ടിൽ അഡിലൈഡയും ഗെയ്ബും പിള്ളേരും കൂടി അവിടേക്കാണ് ചെല്ലുന്നത്. അഡിലൈഡ കഥയിലും മുട്ടുമ്പം ജോഷിന്റെ ഡോപ്പിൾഗ്യാങ്ങറാണ് കഥക് തുറക്കുന്നത്. ഒറ്റ നോട്ടത്തിലെ അവൾക്ക് പന്തികേട് മനസ്സിലാവും. അവൾ അതിനെ ആക്രമിക്കാൻ നോക്കുമ്പം അകത്തുണ്ടായിരുന്ന ബാക്കിയുള്ള ഡോപ്പിൾഗ്യാങ്ങർമാർ വന്നിട്ട് അവളെ വീടിനകത്തേക്ക് വലിച്ചോണ്ട് പോകും. ഇത് കണ്ട് ഗെയ്ബ് പിള്ളേരോട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് അവൻ ജോഷിന്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് എന്റെ പിന്നാലെ വരാൻ പറഞ്ഞ് മുന്നോട്ട് നടക്കും. നേരത്തെ അബ്രഹാം കാലിനിട്ട് അടിച്ചുകൊണ്ട് ഗെയ്ബിന് ഓടാൻ പറ്റത്തില്ല. എന്നാൽ സോറയും ജെയ്സണും ഓടാതെ ആ വീടിന്റെ സൈഡിൽ തന്നെ ഒളിച്ചു നിൽക്കുകയായിരുന്നു. ഗെയ്ബിന്റെ പിന്നാലെ ജോഷിന്റെ രൂപം ഓടിയത് കണ്ട് സോറ അഡിലൈഡയുടെ കയ്യിൽ നിന്ന് വീണ ആ ഇരുമ്പ് വടിയും എടുത്തിട്ട് അനിയനെയും വിളിച്ചുകൊണ്ട് ആ വീടിനകത്തേക്ക് കയറും. അവിടെ ജോഷും കിറ്റിയും പിള്ളേരും ഒക്കെ മരിച്ചു കിടപ്പുണ്ട്. അത് കണ്ട് ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും അഡിലൈഡയെ തെരഞ്ഞ് അവർ മുന്നോട്ട് നടക്കുമ്പം അവരെ ആക്രമിക്കാൻ ശ്രമിച്ച ബെക്കയുടെ രൂപത്തെ ഒറ്റയടിക്ക് സോറ സൈഡാക്കും. ലിൻഡയുടെ രൂപത്തിന്റെ അവസ്ഥ അത് തന്നെയാ. അവളെയും സോറ ശരിയാക്കും. ഇതൊന്നും അറിയാതെ കിറ്റിയുടെ രൂപമാണെങ്കിൽ കിറ്റിയുടെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഒരു മൂലയ്ക്ക് അഡിലൈഡെ അവൾ കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ എന്താ കാര്യമെന്നറിയത്തില്ല, അഡിലൈഡെ ഉപദ്രവിക്കാൻ കിറ്റിയുടെ രൂപത്തിന് തോന്നുന്നില്ല. പകരം സ്വന്തം മുഖത്താണ് അവൾ കത്രിക കൊണ്ട് മുറിവുണ്ടാക്കി രസിക്കുന്നത്. അതങ്ങനെ ഒരു സൈക്കോ. ജോഷിന്റെ രൂപത്തിനെ ഗെയ്ബ് ട്രാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് ജോഷിന്റെ ബോട്ടിലേക്കാണ്. അതിനകത്ത് ഫ്ലെയർ ഗൺ ഉണ്ടെന്ന് നേരത്തെ ജോഷ് ബീച്ചിൽ വെച്ച് പറഞ്ഞായിരുന്നല്ലോ. അതുകൊണ്ട് ഇവനെ തീർക്കാം. ഗെയ്ബ് ബോട്ടിലെത്തിച്ച് ജോഷിന്റെ രൂപത്തെ കൊല്ലും. ഇവർക്ക് ആർക്ക് സംസാരിക്കാൻ അറിയത്തില്ല. എങ്കിലും ബഹളം കേട്ട് കിറ്റിയുടെ രൂപം നോക്കുമ്പം ഗെയ്ബ് അവളുടെ ഭർത്താവിനെ കൊല്ലുന്നതാണ് കാണുന്നത്. ആദ്യം നല്ലപോലെ ഒന്ന് കരയുമെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പം ഈ കിറ്റിയുടെ രൂപം അത് നോക്കിയെന്ന് ചിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, കിറ്റിയുടെ ഡോപ്പിൾഗ്യാങ്ങർ കിളി പോയ ചെറിയൊരു സൈക്കോ ഡോപ്പിൾഗ്യാങ്ങർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
അപ്പോഴാണ് അമ്മയെ തിരഞ്ഞ് സോറയും ജെയ്സണും അവിടേക്ക് വരുന്നത്. തിരിഞ്ഞു നിന്ന കിറ്റിയുടെ രൂപത്തെ സോറ ആക്രമിക്കാൻ നോക്കുമെങ്കിലും കിറ്റിയുടെ രൂപം അത് ഗ്ലാസ്സിലൂടെ കണ്ടിട്ട് തിരിഞ്ഞ് സോറയെ ആക്രമിക്കാൻ ശ്രമിക്കും. ഇത് കണ്ട് ജെയ്സൺ ഏതോ ഒരു ധൈര്യത്തിൽ കയ്യിൽ കിട്ടിയൊരു ക്രിസ്റ്റൽ എടുത്ത് കിറ്റിയുടെ രൂപത്തെ അടിക്കും. അതോടെ അതും സൈഡാവും. അപ്പോഴേക്കും ഗെയിമും വരും. വാതിലെല്ലാം അടച്ച് സേഫായ ശേഷം അഡിലേഡ വീണ്ടും 911 വിളിക്കുന്നുണ്ട്. പക്ഷെ ഇത്തവണ ലൈനുകളെല്ലാം ബിസിയാണ്. എന്തോ വലിയൊരു അപകടം സിറ്റി മൊത്തം പറ്റിയിട്ടുണ്ടെന്ന് ഇവർക്ക് ഉറപ്പാവും. അതുകൊണ്ട് എന്താണ് കാര്യമെന്ന് അറിയാനായിട്ട് ന്യൂസ് വെച്ച് നോക്കുമ്പോഴാണ് ഇവരെ മാത്രമല്ല സിറ്റിയിൽ മൊത്തം ഒരു കൂട്ടം ഡോപ്പിൾ ഗ്യാങ്ങർമാർ വന്നിട്ട് അവരവരുടെ രൂപമുള്ളവരെ ആക്രമിക്കുക എന്നുള്ള വാർത്ത കേൾക്കുന്നത്. വാർത്ത പറയുന്ന ആങ്കറേയും ക്യാമറാമാനെയും ഒക്കെ അവരവരുടെ രൂപങ്ങൾ ആക്രമിക്കുന്നത് ലൈവായിട്ട് ടി വിയിലൂടെ കാണാം. അതോടെ എത്രയും പെട്ടെന്ന് നമുക്ക് മെക്സിക്കോയിലേക്ക് പോകാം, അവിടെ സേഫ് ആണെന്ന് അഡിലേഡ പറയും. ഈ രൂപങ്ങൾ അവരവരുടെ ടിൻ മനുഷ്യരെ കൊന്നിട്ട് വേറെ ആളുകളെ ആക്രമിക്കാതെ നേരെ ചെന്ന് പരസ്പരം കൈകൾ കോർത്തു പിടിച്ച് ഒരു ചങ്ങല പോലെ നിൽക്കുക. ഒറ്റ നോട്ടത്തിൽ ഒരു മനുഷ്യ ചങ്ങല പോലെ. മെക്സിക്കോയിലോട്ടെന്നല്ല, ഈ വീട് വിട്ട് എവിടേക്കും പോകാൻ ഗെയ്ബിനൊട്ടും താല്പര്യമില്ല. ഈ വീട് സേഫാ. അത്യാവശ്യം 1-2 മാസം സുഖമായിട്ട് കഴിയാനുള്ള ഫുഡും ഈ വീട്ടിലുണ്ട്. ഇത് കേട്ട് അഡിലേഡ, ആ ശരിയാ, ഈ വീട് ഭയങ്കര സേഫാ, അതുകൊണ്ടാണല്ലോ വീട്ടിലുള്ള 4 പേരും ഇവിടെ മരിച്ചു കിടക്കുന്നത്. എന്ത് വന്നാലും മെക്സിക്കോയിലേക്ക് പോയാലേ പറ്റത്തുള്ളെന്ന് അഡിലേഡ പറയുമ്പം, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ അപകടമൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം. നമുക്ക് വേണമെങ്കിൽ സീരീസിലൊക്കെ കാണുന്ന പോലെ ഈ വീടിനകത്ത് ഓരോരോ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്യാം, എന്നിട്ട് സേഫായിട്ട് ഇതിനകത്തിരിക്കാമെന്ന് ഗെയ്ബ് പറയുമ്പം, താൻ ഇവിടെ ഇരുന്നോ, ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് ഇവിടുന്ന് പോവുകയെന്ന് പറഞ്ഞിട്ട് അഡിലേഡ ദേഷ്യപ്പെടും. വേറെ വഴിയില്ലാതെ ഗെയ്ബ് അഡിലേഡയുടെയും പിള്ളേരുടെ ഒപ്പം പുറത്തിറങ്ങി ജോഷിന്റെ കാറിലേക്ക് കയറാൻ പോകുമ്പോഴാണ് താക്കോല് വീടിനകത്താന്നുള്ള കാര്യം ഓർക്കുന്നത്. ഉടനെ അഡിലേഡ, നിങ്ങൾ ഇവിടെ നിൽക്ക്, താക്കോല് ഞാൻ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് കയറുമ്പം കിറ്റിയുടെ രൂപത്തെ കാണുന്നില്ല. അവള് പാത്തിരുന്ന് അഡിലേഡയെ ഒരു കത്രിക കൊണ്ട് ആക്രമിക്കാൻ വന്നതും അവിടെ ഇരുന്ന ഒരു പാൻ എടുത്ത് അഡിലേഡ അതിന്റെ തലക്കിട്ടൊരെണ്ണം കൊടുക്കും. ഇതും കണ്ടുകൊണ്ടാണ് ജെയ്സൺ അകത്തേക്ക് വരുന്നത്. അവൾ ഉടനെ നിന്നോട് കാർ ഇരിക്കാൻ പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് താക്കോലുമായിട്ട് അവനെയും വിളിച്ച് പുറത്തിറങ്ങും. സോറ പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കും. അവള് വണ്ടി ഓടിക്കുന്നതിനോട് അഡിലേഡയ്ക്ക് ഒട്ടും താല്പര്യമില്ല. കുഞ്ഞു കളിക്കാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ് അഡിലേഡ ദേഷ്യപ്പെടുമ്പോഴാണ് അവിടേക്ക് ഉംറ വരുന്നത്. ഇത് കണ്ട് പിന്നെ അഡിലേഡ ഒന്നും മിണ്ടാതെ ആ കാറിനകത്തേക്ക് കയറും. എന്നാൽ അവളെ കണ്ട സോറ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇട്ടോന്നും പറഞ്ഞിട്ട് വണ്ടി അവളെ ഇടിച്ച് തെറിപ്പിക്കാൻ നോക്കുമെങ്കിലും ഉംറ വണ്ടിയുടെ മുകളിലേക്ക് ചാടിക്കയറും. എന്തായാലും സോറ ഒരുവിധം അവളെ ആ വണ്ടിയിൽ നിന്ന് തെറിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവള് തെറിച്ചു വീഴുന്നത് കണ്ട് അഡിലേഡ പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി ഉംറ വീണ സ്ഥലത്തേക്ക് ചെല്ലും. എന്നാൽ അപ്പോഴേക്കും ഉംറ മരിച്ചായിരുന്നു. അത് മനസ്സിലാക്കിയ അഡിലേഡ തിരികെ കാറിലേക്ക് കയറും. എന്നിട്ട് സോറയെ മാറ്റി കാർ അവൾ ഓടിക്കാൻ തുടങ്ങും. ആ നഗരത്തിലെങ്ങും ഒരൊറ്റ മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. എല്ലാരെയും ഡോപ്പിൾ ഗ്യാങ്ങറുകൾ കൊന്നു കഴിഞ്ഞിരുന്നു. ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് റോഡിന് കുറുകെ ഒരു വണ്ടി കിടന്ന് കത്തുന്നത് കാണുന്നത്. എങ്കില് വേറെ വഴി പോകാമെന്ന് കരുതി റിവേഴ്സ് എടുക്കുമ്പം മുന്നിൽ പ്ലൂട്ടോ നിൽക്കും. ഉടനെ അഡിലേഡ ആയുധമായിട്ട് പുറത്തിറങ്ങാൻ പോയതും ഗെയ്ബ് അവളെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്നും പറ്റത്തില്ല, നിങ്ങൾ ആരും ഇറങ്ങരുത്, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് അവൾ പ്ലൂട്ടോയുടെ അടുത്തേക്ക് ചെല്ലും. എന്നാലും പ്ലൂട്ടോയാണെങ്കിലും ഒരു താളത്തിൽ കൈ ഇങ്ങനെ ഞൊടിച്ചു ഞൊടിച്ച് നിൽക്കുക. ഇത് കണ്ട് അവൾക്ക് നേരത്തെ പാട്ടിനനുസരിച്ച് ഇതുപോലെ താളം പിടിക്കാൻ അഡിലേഡ ജെയ്സന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ വരും. പ്ലൂട്ടോ മാസ്ക് മാറ്റി അവന്റെ പൊള്ളിയ മുഖം അവൾക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ട് കാറിലിരിക്കുന്ന ജെയ്സനെ നോക്കി ഒന്ന് ചിരിക്കും. ആ ചിരി കണ്ടതും ജെയ്സൺ കാറിലിരിക്കുന്ന ഗെയ്ബിനോടും സോറയോടും അവൻ നമുക്കിട്ട് എന്തോ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങാൻ പറയും. സംഭവം സത്യമാ, കാറിന്റെ ഫ്യൂൽ ടാങ്ക് പ്ലൂട്ടോ ലീക്ക് ചെയ്തായിരുന്നു. അതിന് തീപിടിപ്പിക്കാനാണ് പ്ലൂട്ടോയുടെ പ്ലാൻ എന്ന് അഡിലേഡയ്ക്കും മനസ്സിലാവും. ഉടനെ ജെയ്സൺ കൈ രണ്ടും വിരിച്ച് പുറകിലേക്ക് നടക്കും. അവൻ എന്ത് ചെയ്താലും പ്ലൂട്ടോ അത് അനുകരിക്കുമല്ലോ. പ്ലൂട്ടോയുടെ പിറകിലായിട്ട് അവൻ നേരത്തെ കത്തിച്ച കാറ് കിടപ്പുണ്ട്. ജെയ്സനെ അനുഗ്രഹിച്ച് നടന്ന പ്ലൂട്ടോ ആ തീയിൽ പെട്ട് മരിക്കും. പ്ലൂട്ടോയോട് തീയിലേക്ക് പോകല്ലേ എന്ന് അത് കണ്ടു നിൽക്കുന്ന അഡിലേഡ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ജെയ്സനെ റെഡ് വന്ന് പിടിച്ചോണ്ട് പോകും. ഉടനെ അഡിലേഡ ഗെയ്ബിനോടും സോറയോടും സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാൻ പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ പോവും. ജെയ്സനെ റെഡ് എവിടേക്കാണ് കൊണ്ടുപോകുമെന്നറിയാതെ ഒരു ഊഹം വെച്ച് അഡിലേഡ പണ്ട് ആദ്യമായിട്ട് റെഡിനെ കണ്ട ആ മിറർ ഹൗസിനടുത്തേക്ക് ചെല്ലും. അവിടെ ബീച്ചിനടുത്ത് ഒരുപാട് ഡോപ്പിൾ ഗ്യാങ്ങേഴ്സ് കൈ പിടിച്ച് ഒരു മനുഷ്യച്ചങ്ങല ഉണ്ടാക്കി അനങ്ങാതെ നിപ്പുണ്ട്. അവിടെ ആദ്യം മരിച്ച അവൾക്കറിയാവുന്ന ആ അങ്കിളിന്റെ രൂപമുണ്ട്. കണ്ണാടി മുറിയിലേക്ക് കയറി താഴേക്ക് പോകുമ്പോഴാണ് ഭൂമിക്കടിയിലേക്ക് ഒരു എസ്കലേറ്റർ അവൾ കാണുന്നത്. അതിറങ്ങി താഴേക്ക് ചെല്ലുമ്പം അവിടെ വലിയൊരു കെട്ടിടമുണ്ട്. പേടിയുണ്ടെങ്കിലും അതിനകത്തേക്ക് കയറി നോക്കുമ്പം ഒരു ക്ലാസ് മുറിയിൽ റെഡ് നിൽക്കുന്നത് കാണും. അവിടെയൊക്കെ ധാരാളം മുയലും കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടപ്പുണ്ട്. ഇതേ സമയം സോറയും ഗെയ്ബും ആരും കാണാതെ ഒരു ആംബുലൻസിനകത്ത് കയറിയിരിക്കാൻ പോകുമ്പം അവിടെയും കുറച്ചു മാറി ഡോപ്പിൾ ഗ്യാങ്ങേഴ്സ് കൈ കോർത്ത് പിടിച്ച് നിൽക്കുന്നത് അവരും കാണും.
അഡിലൈഡ എൻ്റെ മോൻ എവിടെയെന്നും ചോദിച്ച് റെഡിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം ഉടനെ റെഡ് അവിടെ നിൽക്ക്, നിന്നോട് ഞാനൊരു കഥ പറയാം, ആദ്യം നീ അത് കേൾക്കാൻ പറഞ്ഞിട്ട് അവൾ സംസാരിക്കാൻ തുടങ്ങും. സൂര്യപ്രകാശം ഏറ്റും ശുദ്ധവായു ശ്വസിച്ചും ഭൂമിക്ക് മുകളിൽ സ്വാതന്ത്ര്യത്തോടെ എവിടേക്കും പോകാൻ പറ്റിയ നീ വളർന്ന ആ ജീവിതം എങ്ങനെയുണ്ട്? ഞങ്ങളും നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. കുറെ നശിച്ച മനുഷ്യരാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങളുടെ അതേ രൂപത്തിൽ നിങ്ങൾ ഭൂമിക്ക് മുകളിൽ സന്തോഷത്തോടെ നടക്കുമ്പം നിങ്ങളുടെ അതേ കോപ്പികളായ ഞങ്ങളിവിടെ മുയലുകളെ പച്ചയ്ക്ക് തിന്ന് ഇടുങ്ങിയ ഭൂമിക്കടിയിലുള്ള ഈ തുരങ്കത്തിൽ ജീവിക്കുന്നു. പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നരകയാതന അനുഭവിക്കുന്ന ഞങ്ങളാണെന്ന് പറഞ്ഞ് കരയും. കാര്യം എന്താന്ന് വെച്ചാൽ അമേരിക്കൻ ഗവൺമെൻറ്റാണ് എന്തോ വലിയൊരു പരീക്ഷണത്തിലൂടെ അമേരിക്കയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ അതേ കോപ്പിയായിട്ടുള്ള ഈ മനുഷ്യരെയും സൃഷ്ടിച്ചത്. സാധാ മനുഷ്യർ എന്തൊക്കെ ചെയ്യുന്നോ അത് ഈ കോപ്പികൾ അതേപോലെ ഈ തുരങ്കത്തിൽ ചെയ്യും. എന്ന് വെച്ചാൽ കുഞ്ഞ് അഡ്ലൈഡേക്ക് അവളുടെ അച്ഛൻ ഉടുപ്പ് വാങ്ങിക്കൊടുക്കുമ്പം അതേ ഉടുപ്പ് ഇവിടെ അവളുടെ കോപ്പി റെഡിനും അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ ജനിച്ചപ്പോൾ തന്നെ റെഡ് ബാക്കിയുള്ള ഡോപ്പിൾ ഗ്യാങ്ങർമാരെ പോലെ ആയിരുന്നില്ല. കണക്റ്റഡ് ആയിരുന്നെങ്കിലും അവൾക്ക് അഡിലൈഡെ പോലെ തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു കഴിവുള്ളതുകൊണ്ടാണ് റെഡ് ആദ്യമായിട്ട് ഭൂമിക്ക് മുകളിലേക്ക് വന്ന് യഥാർത്ഥ അഡിലൈഡെ കണ്ടുപിടിക്കുന്നത്. എന്നാൽ വളർന്നപ്പം ഡോപ്പിൾ ഗ്യാങ്ങേഴ്സിനെ ഒപ്പം കൂട്ടി ഇവരെ ജനിപ്പിച്ച് കഷ്ടപ്പെടുത്തിയ ഗവൺമെന്റിനെയും ജനങ്ങളെ ഇല്ലാതാക്കി പ്രതികാരം ചെയ്ത് അമേരിക്കയിൽ ജീവിക്കാനായിട്ട് റെഡ് ഈ ബാക്കിയുള്ള ഡോപ്പിൾ ഗ്യാങ്ങർമാരെയും സജ്ജരാക്കും. അതിനായിട്ടാണ് ഇവർ റെഡിന്റെ നേതൃത്വത്തിൽ ഇപ്പം അമേരിക്കയിലേക്ക് വന്നതും എല്ലാവരെയും കൊന്നതും. ഇതെല്ലാം കേട്ടിട്ടും അഡിലൈഡയ്ക്ക് ആകെ അറിയേണ്ടത് അവളുടെ മോൻ ജെയ്സൺ എവിടെയെന്ന് മാത്രമാണ്. പക്ഷേ അത് റെഡ് പറയത്തില്ല. പിന്നെ മുട്ടനൊരു ഫൈറ്റാണ്. അഡിലൈഡയ്ക്ക് നല്ല രീതിയിൽ പരിക്കുകൾ പറ്റുന്നുണ്ടെങ്കിലും ഒടുവിൽ അവൾ റെഡിനെ കൊല്ലും. മരിക്കുന്നതിന് മുമ്പ് റെഡ് അവളോട് സങ്കടത്തോടെ ചെവിയിലെന്തോ പറയുന്നുണ്ട്. റെഡ് മരിച്ചതും അഡിലൈഡ അവിടെ കബോർഡിൽ ഒളിച്ചിരിക്കുന്ന ജെയ്സനെ കണ്ടുപിടിക്കും. പക്ഷേ ഇതെല്ലാം കണ്ട് പേടിച്ചിട്ടാന്ന് തോന്നുന്നു ജെയ്സൺ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവനെയും കൊണ്ട് അഡിലൈഡ സോറയും ഗേബും ഒളിച്ചിരിക്കുന്ന ആംബുലൻസിലേക്ക് ചെല്ലും. എന്നിട്ട് അവര് മെക്സിക്കോയിലേക്ക് പോകും. പോകുന്ന വഴി പരസ്പരം ആരും ഒന്നും മിണ്ടത്തില്ല. പക്ഷേ അഡിലൈഡ ഇടയ്ക്കിടെ അവളെ ശ്രദ്ധിക്കുന്ന ജെയ്സനെ കാണുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ റെഡ് അഡിലൈഡയോട് സങ്കടത്തോടെ പറഞ്ഞ കാര്യം ജെയ്സണും കേട്ടിരുന്നു. അന്ന് അഡിലൈഡയും റെഡും കുഞ്ഞായിരുന്നപ്പം മിറർ ഹൗസിൽ വെച്ച് കണ്ടിരുന്നല്ലോ. അന്നേരം റെഡ് അന്തം വിട്ട് നിൽക്കുന്ന അഡിലൈഡെ കഴുത്തിന് പിടിച്ച് ബോധം കെടുത്തി ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ബെഡിൽ അവളെ കെട്ടിയിടും. എന്നിട്ട് അവളുടെ ഡ്രസ്സ് ഇട്ട് ഭൂമിക്ക് മുകളിലേക്ക് വരും. അതുകൊണ്ടാണ് തിരികെ വന്ന കുഞ്ഞ് അഡിലൈഡയ്ക്ക് ആദ്യമൊന്നും സംസാരിക്കാൻ പറ്റാതായത്. വന്നത് അഡിലൈഡെ ആയിരുന്നില്ലല്ലോ, ഡോപ്പിൾ ഗ്യാങ്ങർ റെഡ് ആയിരുന്നല്ലോ. വർഷങ്ങൾ നീണ്ടുനിന്ന തെറാപ്പിയിലൂടെയാണ് റെഡ് സംസാരിച്ചതും അഡിലൈഡയായിട്ട് ആരും അറിയാതെ ജീവിച്ചതും. എന്നാൽ യഥാർത്ഥ അഡിലൈഡയ്ക്ക് റെഡിനെ പോലെ ജീവിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും പ്രതികാരം റെഡിനോട് തോന്നിയത്. ഡോപ്പിൾ ഗ്യാങ്ങേഴ്സിന് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടോ അവരുടെ ജീവിതമോ അങ്ങനൊന്നും അറിയത്തുമില്ല, അതൊന്നും ഫീൽ ചെയ്യത്തുമില്ല. അതുകൊണ്ട് അവർക്ക് ഭൂമിക്കടിയിൽ പച്ചമുയലിനെ തിന്നോ അവരുടെ യഥാർത്ഥ മനുഷ്യർ ചെയ്യുന്നോ ഒക്കെ അനുകരിച്ചോ അങ്ങനെ ജീവിക്കാൻ പറ്റും. അവർക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നത്തില്ല. പക്ഷേ മനുഷ്യക്കുഞ്ഞായ അഡിലൈഡയുടെ അവസ്ഥ അങ്ങനല്ലല്ലോ. അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്തായാലും ഇതാണ് ഡോപ്പിൾ ഗ്യാങ്ങർ റെഡ് എന്ന് ഇപ്പൊ ജെയ്സനും അറിയാം. പക്ഷെ കാര്യമൊന്നുമില്ല, റെഡ് ആണല്ലോ അവനെ പ്രസവിച്ചതും വളർത്തിയതും. അവന്റെ സ്വന്തം അമ്മ റെഡ് ആണല്ലോ. റെഡിന് അഡിലയുടെ പിള്ളേരെയും ഇഷ്ടമായിരുന്നു. കാരണം ഭൂമിക്കടിയിലെ തുരങ്കത്തിൽ ജീവിക്കുമായിരുന്നില്ല അവരായിരുന്നല്ലോ റെഡിന്റെ മക്കളാകേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഉംബ്ര മരിക്കാൻ നേരവും പ്ലൂട്ടോ തീയിലേക്ക് പോകുമ്പോഴും റെഡ് വിഷമിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഡോപ്പിൾ ഗ്യാങ്ങറായി ജീവിക്കേണ്ടി വന്ന യഥാർത്ഥ അഡിലൈഡയുടെ കാര്യവും. അവൾക്കും റെഡിന്റെ മക്കളായ സോറയും ജെയ്സനെ ഇഷ്ടമായിരുന്നു. അതാണ് സോറയോട് ഓടിക്കോളാൻ പറഞ്ഞതും ജെയ്സനെ കയ്യിൽ കിട്ടിയിട്ടും കൊല്ലാതിരുന്നതും. എന്തായാലും പുറത്തു വന്ന ഡോപ്പിൾ ഗ്യാങ്ങേഴ്സ് മൊത്തം അമേരിക്കയിൽ കൈകൾ ചേർത്ത് പിടിച്ച് ഒരു വലിയ മനുഷ്യച്ചങ്ങൽ ഉണ്ടാക്കി നിപ്പുണ്ട്. ഇതിനെയെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഹെലികോപ്റ്ററുകൾ പറക്കുന്നുണ്ട്. അതെന്താകുമെന്തോ. എന്തായാലും ഭർത്താവ് ഗെയ്ബിനും മക്കൾക്കൊപ്പം സുരക്ഷിതമായിട്ട് ചിരിച്ചുകൊണ്ട് മെക്സിക്കോയിലേക്ക് പോകുന്ന ഡോപ്പിൾ ഗ്യാങ്ങർ റെഡിനെ കാണിച്ച് ഈ സിനിമയ്ക്ക് കർട്ടനിടുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി നിങ്ങൾ പറ, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? നിങ്ങളുടെ മുമ്പിലെങ്ങാനും ഇതുപോലൊരു ഡോപ്പിൾ ഗ്യാങ്ങർ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊന്ന് കമന്റ് ചെയ്യാവോ? നമുക്കറിയാലോ ഓരോരുത്തരും അവരുടെ ഡോപ്പിൾ ഗ്യാങ്ങറെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ എത്രയും പെട്ടെന്ന് മറ്റൊരു അടിപൊളി സിനിമയുമായിട്ട് കാണാം. ടാറ്റാ.